TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഒന്ന്, അലിമെൻ്ററി കനാലുമായി ബന്ധപ്പെട്ട് തീക്കോഡോണ്ട്, ഡിഫിയോഡോണ്ട്, ഹെറ്ററോഡോണ്ട് ഡെൻറ്റിഷൻ, 3 ഡെൻറ്റിഷൻസും, ഡെൻ്റൽ ഫോർമുല ഓഫ് മാൻ, ലേയേഴ്സ് ഇൻ ദ വാൾസ് ഓഫ് അലിമെൻ്ററി കനാൽ, ഇത്രയുമാണ് നമുക്ക് അലിമെൻ്ററി കനാലിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിൽ നോക്കുവാനുള്ളത്. ഡൈജഷൻ ഓഫ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഫങ്ഷൻ ഓഫ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്, ഇനാക്റ്റീവ് എൻസൈംസ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്, ഫങ്ഷൻസ് ഓഫ് ഗോബ്ലെറ്റ് സെൽസ്, സക്കസ് എൻറ്ററിക്കസ്, ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇത്രയും ടോപ്പിക്കുകളാണ് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ആദ്യം ഡിഫറൻറ്റ് ടൈപ്പ് ഡെൻറ്റിഷൻസിൽ ആദ്യം തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ. എന്താണ് തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ? നമ്മുടെ ഓരോ ടൂത്തും നമ്മുടെ ജോ ബോണിൽ ഓരോ സോക്കറ്റിനകത്തായിട്ടാണ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈച്ച് ടൂത്ത് ഈസ് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജോ ബോൺ. ദിസ് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഈസ് കാൾഡ് തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ. തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂത്ത് സോക്കറ്റ് ഓഫ് ജോ ബോണിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയെയാണ് തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ. മോസ്റ്റ് മാമൽസ് ഹാവ് 2 ടൈപ്പ് ഓഫ് ടീത്ത്. നമുക്കറിയാം, നമുക്കെല്ലാം 2 ടൈപ്പ് ടീത്ത് ഉണ്ടാകാറുണ്ട്. മിൽക്ക് ടീത്ത് ഓർ ഡെസിഡ്യൂസ് ടീത്ത് ആൻഡ് പെർമനൻ്റ് ടീത്ത്. അപ്പം മിൽക്ക് ടീത്ത് ഉണ്ടാകുന്നുണ്ട്, അത് പൊഴിഞ്ഞു പോയിട്ട് അടുത്ത് പെർമനൻ്റ് ടീത്ത് വരുന്നു. അപ്പോൾ ഈ രീതിയിൽ 2 ടൈപ്പ് ടീത്ത് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈ ഡെൻറ്റിഷനെ നമ്മൾ ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ എന്ന് വിളിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് ഡെൻറ്റിഷൻ ഈസ് കാൾഡ് ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ. ഇപ്പം മിൽക്ക് ടീത്തും പെർമനൻ്റ് ടീത്തും ഉണ്ടാകുന്ന ഡെൻറ്റിഷനാണ് ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ. ഇനി ഹെറ്ററോഡോണ്ട് ഡെൻറ്റിഷൻ. നമുക്ക് 4 ടൈപ്പ് ടീത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസിസേഴ്സ്, കനൈൻ, പ്രീമോളാർസ്, മോളാർസ്. ഇതൊക്കെയാണ് പേരുകൾ. ഇൻസിസേഴ്സ് 2 ഡെവലപ്പ് ചെയ്യുന്നു. കനൈൻസ് 1, പ്രീമോളാർസ് 2, മോളാർസ് 3. അപ്പോൾ ഇത് ഒരു ജാബോണിൻ്റെ ഒരു സൈഡിലാണ്. അപ്പം അങ്ങനെ 8 ടീത്ത് ഒരു സൈഡിൽ, മറു സൈഡിൽ 8 ടീത്ത്. അപ്പോൾ ലോവർ ജാബോണിൽ 16 ടീത്ത്, അപ്പർ ജാബോണിൽ 16 ടീത്ത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 32 ടീത്താണുള്ളത്. അപ്പോൾ ഈ ടീത്തിൻ്റെ പേരുകൾ ഈ പിക്ചർ നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. പിക്ചർ തന്നിരുന്നിട്ട് ടീത്തിൻ്റെ പേര് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പേര് പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കി വെച്ചേക്കുക. ഫസ്റ്റ് 2 ടീത്ത് ഇൻസിസേഴ്സ് ആണ്, അടുത്ത് ഇവിടെ 1 കനൈനാണ്, ഇവിടെ 2 പ്രീമോളാസ് ആണ്, ഇവിടെ 3 മോളാസ് ആണ്. An adult human has 32 permanent teeth which are of 4 different types, namely incisors, canine, premolars, molars. ഇനി ഈ രീതിയിൽ ടീത്തുകൾ അറേഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഒരു സൈഡിലുള്ള ടീത്ത് മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഡെൻ്റൽ ഫോർമുല ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ 2 ഇൻസിസേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അവിടെ 2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു സൈഡിൽ 1 കനൈൻ ടീത്താണുള്ളത്, അതുകൊണ്ട് അവിടെ 1. 2 പ്രീമോളാർ ടീത്ത്, അതുകൊണ്ട് 2. 3 മോളാർ ടീത്ത്, അതുകൊണ്ട് 3. അപ്പോൾ ഇത് ഡെൻ്റൽ ഫോർമുല നമ്മൾ ലോവർ ജായുടെ ഡെൻ്റൽ ഫോർമുല പറയുമ്പോൾ അല്ലെങ്കിൽ അപ്പർ ജായുടെ ഡെൻ്റൽ ഫോർമുല പറയുമ്പോൾ എങ്ങനെ പറയാം? 2123/2123. അപ്പോൾ ഫോർമുല ഓർമ്മിച്ച് വയ്ക്കുക, ചോദിക്കാവുന്നതാണ് എക്സാമിന്. 2123/2123. ഇതിൽ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് ഓർത്ത് വയ്ക്കണം. ഫസ്റ്റ് 2 എന്ന് പറയുന്നത് ഇൻസിസേഴ്സ് ആണ്, അടുത്ത 1 കനൈൻ ആണ്, അടുത്ത 2 പ്രീമോളാസ് ആണ്, അടുത്ത 3 മോളാർസ് ആണ്. ഇനി അടുത്ത് ലേയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാലാണ്. അലിമെൻ്ററി കനാലിൻ്റെ ലേയേഴ്സിൻ്റെ പേരുകൾ, അതും നമുക്ക് ഈ ഒരു ഡയഗ്രവും ഈ പേരുകളും വളരെ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് സീറോസ എന്ന് പറയുന്ന ലെയർ. സീറോസ എന്ന് പറയുന്ന ഔട്ടർ തിൻ ലെയറാണ് സീറോസ. ഇനി അടുത്തൊരു തിക്ക് ലെയറാണ് മസ്കുലാരിസ് എന്ന് പറയുന്ന ലെയർ.
അതിൽ ഇന്നർ ഭാഗത്തായിട്ട് സർക്കുലാർ മസിൽസും ഔട്ടർ ഭാഗത്തായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും കാണും. അപ്പോൾ ഇന്നർ സർക്കുലാർ മസിൽസും ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ചേർന്ന ലെയറാണ് രണ്ടാമത്തെ ലെയർ മസ്കുലാരിസ്. അടുത്ത ലെയറാണ് സബ്മ്യൂക്കോസ ലെയർ. അത് കഴിഞ്ഞിട്ട് വരുന്ന ലെയറാണ് മ്യൂക്കോസ ലെയർ. ഇവിടെ ഇൻറ്റസ്റ്റൈനിൻ്റെ ലൂമൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിഗറും ഈ ലെയേഴ്സിൻ്റെ പേരും അകത്തുനിന്ന് പുറത്തേക്കായാലും പുറത്തുനിന്ന് അകത്തേക്കായാലും ക്ലിയർ ആയിട്ട് നമ്മളത് ആ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കണം. ഏറ്റവും പുറമെ സീറോസ, അടുത്ത് മസ്കുലാരിസ്, അടുത്ത് സബ്മ്യൂക്കോസ, ഇന്നർമോസ്റ്റ് ലെയർ ഈസ് മ്യൂക്കോസ. അപ്പോൾ ഇന്നർമോസ്റ്റ് ലെയർ ടു ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് അറേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെട്ട മ്യൂക്കോസ, സബ്മ്യൂക്കോസ, മസ്കുലാരിസ്, സീറോസ, ഈ രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഓരോ ലെയറിൻ്റെയും പെക്കൂലിയാരിറ്റീസും ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. എന്താണ് സീറോസയുടെ പെക്കൂലിയാരിറ്റി? ഔട്ടർമോസ്റ്റ് ലെയറാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തിൻ മീസോത്തീലിയമാണ്. എന്താണ് മീസോത്തീലിയം എന്ന് പറഞ്ഞാൽ? എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗൻസ്. ഇപ്പോൾ വിസറൽ ഓർഗൻസിൻ്റെ എപ്പിത്തീലിയൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് മീസോത്തീലിയം. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള മീസോത്തീലിയം കൊണ്ടാണ് സീറോസ ലെയർ ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കണക്റ്റീവ് ടിഷ്യൂസും ഈ ലെയറിലുണ്ട്. അപ്പോൾ സീറോസ ലെയറിൻ്റെ പ്രത്യേകത പ്രധാനമായിട്ട് ഓർമ്മിക്കുക. എന്താണ്? തിൻ മീസോത്തീലിയമാണ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് തിൻ മീസോത്തീലിയം. ഇനി മസ്കുലാരിസ് ലെയറിൻ്റെ പ്രത്യേകത എന്താണ്? നേരത്തെ പറഞ്ഞു. മസ്കുലാരിസ് ലെയറിൽ ഔട്ടർ സൈഡിൽ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഇന്നർ സൈഡിൽ സർക്കുലാർ മസിൽസുമാണ്. ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഇന്നർ സർക്കുലാർ മസിൽസുമാണ് മസ്കുലാരിസ് ലെയറിൻ്റെ പ്രത്യേകത. ഇത് ഏത് ടൈപ്പ് മസിൽസാണ്? സ്മൂത്ത് മസിൽസാണ്. അലിമെൻ്ററി കനാൽ ഫോം ചെയ്തിരിക്കുന്ന മസിൽസിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസാണ്. ഇനി സബ്മ്യൂക്കോസ ലെയറിലേക്ക് വരുമ്പോൾ ഈ ലെയറിൻ്റെ പെക്കൂലിയാരിറ്റീസ് എന്ന് പറയുന്നത് ഈ ലെയർ ഫോം ചെയ്തിരിക്കുന്നത് ലൂസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. ഈ ലെയറിലാണ് നെർവ്സ് കാണുന്നത്, ബ്ലഡ് വെസൽസ് കാണുന്നത്, ലിംഫ് വെസൽസ് കാണുന്നത്. അതുപോലെ ഡിയോഡിനത്തിൽ വരുമ്പോൾ ഗ്ലാൻസുകൾ കാണും സബ്മ്യൂക്കോസ ലെയറിൽ. അപ്പോൾ പ്രത്യേകത ഓർക്കുക, സബ്മ്യൂക്കോസ ലെയറിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ലൂസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ്. അവിടെ നെർവ്സും ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി മ്യൂക്കോസ ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നർമോസ്റ്റ് ലെയറാണ്. അത് ഔട്ടർ ഇന്നർ ക്യാവിറ്റിയെ ആവരണം ചെയ്തുകൊണ്ട് ലൈൻ ചെയ്തുകൊണ്ട് കാണുന്ന ലെയറാണ് മ്യൂക്കോസ ലെയർ. അപ്പോൾ ഈ ലെയേഴ്സിൻ്റെ പേരും അതിൻ്റെ പെക്കൂലിയാരിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഇനി ഫുഡിൻ്റെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫങ്ഷൻസ് ഓഫ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ് എന്താണെന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദ മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് പ്രസൻറ്റ് ഇൻ ദ ഗാസ്ട്രിക് ജ്യൂസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലൂബ്രിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഫ്രം ഡാമേജ് ബൈ ദ ഹൈലി കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്കറിയാം സ്റ്റൊമക്കിൽ ഗാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഗാസ്ട്രിക് അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ അകവശത്തുള്ള മസിൽസിനെയും മറ്റും ഡാമേജ് ആക്കാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ മ്യൂക്കോസ ലെയറിൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബൈകാർബണേറ്റും ഉണ്ട്. അപ്പോൾ ഇവ രണ്ടും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്ന് പ്രൊട്ടക്ഷൻ, മറ്റൊന്ന് എന്താണ്? ഫുഡ് വളരെ ഫ്രീ ആയിട്ട് അലിമെൻ്ററി കനാലിൽ കൂടെ മൂവ് ചെയ്ത് പോകണം, ഒരിടവും തടഞ്ഞു നിൽക്കരുത്. അപ്പോൾ നല്ല ലൂബ്രിക്കേഷൻ വേണം. അപ്പോൾ അങ്ങനെ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിന് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ആക്ഷനിൽ നിന്നും ഡാമേജ് ഉണ്ടാകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്ത് സഹായിക്കുന്നു? മ്യൂക്കസും ബൈകാർബണേറ്റ് അയോൺസും സഹായിക്കുന്നു. The mucus and bicarbonate present in the gastric juice play an important role in lubrication and protection of the mucosal epithelium from damage by the highly concentrated hydrochloric acid. ഇനി അടുത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇനാക്റ്റീവ് എൻസൈംസ് ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണ്? അപ്പം നമുക്കറിയാം പ്രോട്ടീൻസ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് എല്ലാം ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആ പേരിൻ്റെ കൂടെയൊക്കെ ഓജൻ ചേർത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ? അതിന് എക്സാമ്പിളാണ് പാൻക്രിയാസിലെ ട്രിപ്സിനോജനും കൈമോട്രിപ്സിനോജനും. അതുപോലെ കാർബോക്സി പെപ്റ്റിഡേസ്, അതും ഇനാക്റ്റീവ് ഫോമായ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്നുള്ള ഫോമിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ
പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ഇനാക്റ്റീവ് എൻസൈംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഈ 3 പേരും ഓർത്തു വയ്ക്കുക. ഇനി ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ട്രിപ്സിനോജൻ എങ്ങനെയാണ് ആക്റ്റീവ് ആയിട്ടുള്ള ട്രിപ്സിനായിട്ട് മാറുന്നത്? അപ്പോൾ അവിടെയാണ് നമ്മൾ എൻറ്റിറോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ പേര് ഓർമ്മിക്കേണ്ടത്. ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ സെക്രീറ്റ് ചെയ്യുന്ന എൻറ്റിറോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ട്രിപ്സിനോജനെ ആക്റ്റീവ് ആയിട്ടുള്ള ട്രിപ്സിനാക്കി മാറ്റുന്നത്. ഇപ്പോൾ ട്രിപ്സിൻ ആക്റ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ട്രിപ്സിൻ എന്ത് ചെയ്യും? കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനും പ്രോ കാർബോക്സി പെപ്റ്റിഡോക്സിനെ കാർബോക്സി പെപ്റ്റിഡേസുമാക്കി മാറ്റും. Trypsinogen is activated by an enzyme enterokinase secreted by the intestinal mucosa into active trypsin, which in turn activate the other enzymes in the pancreatic juice. ഇനി അടുത്ത് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് ഗോബ്ലെറ്റ് സെൽസ്. നമുക്കറിയാം അലിമെൻ്ററി കനാലിൽ കാണുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡുലാർ സെൽസ് ആണ് ഗോബ്ലെറ്റ് സെൽസ്. ഇപ്പോൾ ഗോബ്ലെറ്റ് സെൽസിൻ്റെ മെയിൻ സെക്രീഷൻ എന്ന് പറയുന്നത് മ്യൂക്കസ് ആണ്. ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഹാസ് ഗോബ്ലെറ്റ് സെൽസ് വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. ദ സെക്രീഷൻ ഓഫ് ദ ബ്രഷ് ബോർഡർ സെൽസ് ഓഫ് ദ മ്യൂക്കോസ along with the secretion of the goblet cells constitute the intestinal juice or succus entericus. അപ്പോൾ അത് പേര് പ്രത്യേകം ഓർമ്മിക്കുക. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് അഥവാ ഡിയോഡിനം. നമ്മുടെ അലിമെൻ്ററി കനാലിൽ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പാർട്ടാണ് ഡിയോഡിനം. അപ്പോൾ ഡിയോഡിനത്തിൻ്റെ ഭാഗത്ത് ധാരാളം ഗോബ്ലെറ്റ് സെൽസുകളുണ്ട്. ഗ്ലാൻഡുലാർ സെക്രീഷൻസ് നടത്തുന്ന ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. ആ ഗോബ്ലെറ്റ് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സക്കസ് എൻറ്ററിക്കസ്. പേരോർക്കുക, സക്കസ് എൻറ്ററിക്കസ്. അപ്പോൾ ഈ സക്കസ് എൻറ്ററിക്കസിൽ ഒരുപാട് എൻസൈംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഡൈസാക്കർഡേസസ്, മാൾട്ടേസ്. അതിനൊരു എക്സാമ്പിളാണ് മാൾട്ടേസ്. ദെൻ ഡൈപെപ്റ്റിഡേസസ്, ലിപ്പേസസ്, ന്യൂക്ലിയോസൈഡേസസ്. ഇപ്പോൾ ന്യൂക്ലിക് ആസിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ്, ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ്, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ്, കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ്. ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ഫൈനൽ ഡൈജഷൻ നടക്കുന്ന സ്ഥലമാണ് ഡിയോഡിനോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് കാണുന്ന ഗോബ്ലെറ്റ് സെൽസ് ഈ എൻസൈംസിൻ്റെ സെക്രീഷൻസിലും റോള് വഹിക്കുന്നുണ്ട്. ദ മ്യൂക്കസ് along with the bicarbonate from the pancreas protect the intestinal mucosa from acid as well as provide an alkaline medium for enzymatic activities. ഇപ്പോൾ നേരത്തെ പറഞ്ഞു മ്യൂക്കസിൻ്റെ സെക്രീഷൻസ് എന്തിനു സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ആസിഡിക് pH, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിനെ ഡാമേജ് ആക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? മ്യൂക്കസ് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു അസിഡിക് pH മാറ്റിയിട്ട് ഒരു ആൽക്കലൈൻ pHയിലേക്ക് കൊണ്ടുവരാനായിട്ട് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ബൈകാർബണേറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Bicarbonates secreted from the pancreas protect the intestinal mucosa from acid as well as provide an alkaline medium. ഇപ്പോൾ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഡിയോഡിനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ആസിഡ് മീഡിയം മാറിയിട്ട് ഒരു ആൽക്കലൈൻ മീഡിയത്തിലേക്ക് എത്തുവാൻ പാൻക്രിയാസിൽ സെക്രീറ്റ് ചെയ്യുന്ന ബൈകാർബണേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ്സ്, ബ്രൂണേഴ്സ് ഗ്ലാൻഡ് ആൾസോ ഹെൽപ്പ് ഇൻ ദിസ്. അപ്പോൾ സബ്മ്യൂക്കോസ ലെയറിലുള്ള മ്യൂക്കോസ ലെയർ മാത്രമല്ല സബ്മ്യൂക്കോസ ലെയറിലുള്ള ബ്രൂണേഴ്സ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്ന ഗ്ലാൻഡ്സും ഇതിന് സഹായിക്കുന്നു. ഇനി ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ധാരാളം ഡിസോർഡേഴ്സ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് കൊണ്ടും ഡിസോർഡേഴ്സ് ഉണ്ടാകാറുണ്ട്. ടേപ്പ് വോം, റൗണ്ട് വോം, ത്രെഡ് വോം, ഹൂക്ക് വോം, പിൻ വോം ഇതൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്ന വേംസ് ആണ്. നമുക്ക് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വഴി ഉണ്ടാകുന്നുണ്ട്, വൈറൽ ഇൻഫെക്ഷൻസ് വഴി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ടേപ്പ് വോം, റൗണ്ട് വോം, ത്രെഡ് വോം, ഹൂക്ക് വോം, പിൻ വോം ഈ വേംസിൻ്റെ ഉപദ്രവം വഴിയും നമുക്ക് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഇനി മറ്റ് ഡിസോർഡേഴ്സ് നോക്കാം. മറ്റൊന്ന് ജോണ്ടിസ്. എന്താണ് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്? ദ ലിവർ ഈസ് അഫക്റ്റഡ്. ലിവറാണ് അഫക്റ്റ് ചെയ്യുന്നത്. സ്കിൻ ആൻഡ് ഐ ടേൺ യെല്ലോ ഡ്യൂ ടു ദ ഡെപ്പോസിറ്റ് ഓഫ് ബൈൽ പിഗ്മെൻറ്റ്സ്. അപ്പോൾ ബൈൽ പിഗ്മെൻറ്റ്സ്
മെറ്റബോളിസം ശരിയായിട്ട് നടക്കാത്തതിൻ്റെ ഒരു റിസൾട്ടാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോണ്ടിസിൻ്റെ ഫലമായിട്ട് സ്കിന്നും ഐയും ഒക്കെ യെല്ലോ കളറിലേക്ക് മാറും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെ മിക്കവാറും ഒക്കെ ഈ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ട് ഡിസോർഡർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. The liver is affected, skin and eyes turn yellow due to deposit of bile pigments. Identify the disorder എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ജോണ്ടിസ് എന്നുള്ള ആൻസർ എഴുതണം. ഇനി അടുത്ത് വരുന്നതാണ് വോമിറ്റിംഗ്. ഇറ്റ് ഈസ് ദ ഇജക്ഷൻ ഓഫ് സ്റ്റൊമക്ക് കണ്ടൻസ് ത്രൂ ദ മൗത്ത്. ദിസ് റിഫ്ലക്സ് ആക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദ ഒമിറ്റ് സെൻറ്റേഴ്സ് ഇൻ ദ മെഡുല്ല. എ ഫീലിംഗ് ഓഫ് നൗസിയ പ്രൊസീഡ്സ് വോമിറ്റിംഗ്. ഇപ്പോൾ വോമിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന തന്നെയാണ് അല്ലേ, ഛർദിൽ. ഇപ്പോൾ സ്റ്റൊമക്കിനകത്തിരിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് വൊമിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വൊമിറ്റ് റിഫ്ലക്സ് ഉണ്ടാകുന്നു. ആ ഒരു റിഫ്ലക്സ് ഉണ്ടാക്കുന്നത് വൊമിറ്റ് സെൻറ്റേഴ്സ് ഇൻ ദ മെഡുല്ല ഒബ്ലാങ്ങേറ്റയിൽ കാണുന്ന വൊമിറ്റ് സെൻറ്റേഴ്സാണ് ആ ഒരു റിഫ്ലക്സ് ഉണ്ടാകാനുള്ള കാരണം. വോമിറ്റിംഗ് ഉണ്ടാകുന്നതിന് മുമ്പ്, വൊമിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി, അതിനാണ് നമ്മൾ നൗസിയ എന്ന് വിളിക്കുന്നത്, ഒക്കാനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഫീലിംഗ് ഓഫ് നൗസിയ പ്രസീഡ്സ് വൊമിറ്റിംഗ്. വൊമിറ്റിങ്ങിന് മുമ്പ് ഒരു ഒക്കാനം എന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്യാരക്ടർ ഓർമ്മിക്കുക. സ്റ്റൊമക്ക് കണ്ടൻറ്റ്, ഇജക്ഷൻ ഓഫ് സ്റ്റൊമക്ക് കണ്ടൻറ്റ് ത്രൂ ദ മൗത്താണ് വൊമിറ്റിംഗ്. ആ വൊമിറ്റിങ്ങിൻ്റെ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്ങേറ്റയാണ്. ഫീലിംഗ് ഓഫ് നൗസിയ പ്രസീഡ്സ് വൊമിറ്റിംഗ്. ഇനി നെക്സ്റ്റ് ഡിസോർഡർ ആണ് ഡയേറിയ അഥവാ വയറിളക്കം. The abnormal frequency of bowel movement and increased liquidity of the fecal discharge is known as diarrhea. അപ്പോൾ ഇവിടെയും നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അബ്നോർമൽ ഫ്രീക്വൻസി ഓഫ് ബൗൽ മൂവ്മെൻറ്റ്സ് അബ്നോർമലായിട്ട് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ടോയ്ലറ്റിൽ പോകുമ്പോൾ മലം വളരെ ലൂസായിട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു ഡിസോർഡറാണ് ഡയേറിയ എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ അബ്സോർഷൻ ഓഫ് ഫുഡിൻ്റെ അബ്സോർഷൻ അത് കുറയ്ക്കുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വയ്ക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ് ഇതാണ്: അബ്നോർമൽ ഫ്രീക്വൻസി ഓഫ് ബൗൽ മൂവ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ഓഫ് ഫീക്കൽ ഡിസ്ചാർജ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഡയേറിയ. അല്ലെങ്കിൽ ഡയേറിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിച്ചാൽ ഇത്. ദെൻ നെക്സ്റ്റ് ഡിസോർഡർ കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താണ്? മലബന്ധം അല്ലേ. ഇൻ കോൺസ്റ്റിപ്പേഷൻ ദ ഫീക്കസ് ആർ റീറ്റൈൻഡ് വിതിൻ ദ കോളൺ ആസ് ദ ബവൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇറഗുലർലി. അപ്പോൾ നോർമലായിട്ട് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാതിരുന്നാൽ അവിടെ മലം കെട്ടിക്കിടന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മലബന്ധം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ദ ഫീക്കസ് ആർ റീറ്റൈൻഡ് വിതിൻ ദ കോളം ആസ് ദ ബവൽ മൂവ്മെൻറ്റ്സ് ഒക്കേഴ്സ് ഇറഗുലർ. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേം ഓർമ്മ വരണം. ദാറ്റ് ഈസ് കോൺസ്റ്റിപ്പേഷൻ. നെക്സ്റ്റ് ഇൻഡൈജഷൻ, ദഹനമില്ലായ്മ, ദഹനക്കേട് എന്ന് പറയാം. In this condition, the food is not properly digested, leading to a feeling of fullness. ഫുഡ് നേരെ ഡൈജസ്റ്റ് ചെയ്യാതെ വയറെപ്പോഴും എന്താ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗിലേക്ക് വരിക. ദ കോസസ് ഓഫ് ഇൻഡൈജഷൻ ആർ. അപ്പോൾ അതും എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ കൊണ്ടാണ് ഇൻഡൈജഷൻസ് ഉണ്ടാകുന്നത്? ഇന്നാഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ, ആവശ്യത്തിനുള്ള എൻസൈം സെക്രീറ്റ് ചെയ്യാതിരിക്കുക. ആങ്സൈറ്റി, ആകാംക്ഷ. ഫുഡ് പോയ്സണിങ്, ഭക്ഷ്യവിഷബാധ ഉണ്ടാവുക. ഓവർ ഈറ്റിംഗ്, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക. ആൻഡ് സ്പൈസി ഫുഡ്, ഒരുപാട് മുളകും മല്ലിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സ്പൈസസ് ചേർന്ന ഫുഡ് കഴിക്കുന്നത് വഴിയും ഇൻഡൈജഷൻസ് ഉണ്ടാകാം. അപ്പോൾ കോസസ് ഓഫ് ഇൻഡൈജഷൻ ഇതിൽ പ്രത്യേകം നോക്കുക. ഇന്നാഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ, ആങ്സൈറ്റി, ഫുഡ് പോയ്സണിങ്, ഓവർ ഈറ്റിംഗ്, സ്പൈസി ഫുഡ്. ഇനി അടുത്തതാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, PEM. ഇത് പഴയ എഡിഷൻ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിൽ കാണാൻ സാധിക്കില്ല. പുതിയ എഡിഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കണം. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ അഥവാ PEM. ഇറ്റ് ഈസ് ദ ഡയറ്ററി ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ആൻഡ് ഫുഡ് കലോറീസ്. അപ്പോൾ പ്രോട്ടീൻ ആവശ്യത്തിന് ലഭിക്കാതെ വരുന്നത്, അതുപോലെ ആവശ്യത്തിന് കലോറി അടങ്ങിയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് കിട്ടാതെയും വരുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന രണ്ട് ഡിസോർഡേഴ്സാണ് മരാസ്മസും ക്വാഷിയോർക്കർ. ഇത് കുട്ടികളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. PEM കാസസ് മരാസ്മസ് ആൻഡ് ക്വാഷിയോർക്കർ. അപ്പോൾ ഇതും എക്സ്പാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. PEM, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, PEMൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് ഡിസോർഡേഴ്സാണ് മരാസ്മസും ക്വാഷിയോർക്കറും. ഓരോന്നും എന്താന്ന് നോക്കാം. മരാസ്മസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സൈമൾട്ടേനിയസ് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ് ആൻഡ് കാലറീസ്. ആവശ്യത്തിന് പ്രോട്ടീനും കിട്ടുന്നില്ല, അതുപോലെ ആവശ്യത്തിന് കലോറി അടങ്ങിയ മറ്റ് ഫുഡ് മെറ്റീരിയൽസും കിട്ടുന്നില്ല. അപ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഫൻസ്
ലെസ് ദാൻ എ ഇയർ, 1 വയസ്സിന് മുമ്പ് പ്രായത്തിലേ സംഭവിക്കാം. ഇഫ് മദേഴ്സ് മിൽക്ക് ഈസ് റീപ്ലേസ്ഡ് ടു ഏർലി ബൈ അതർ ഫുഡ്സ്. അപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കൊടുക്കാതെ ഇരുന്നാൽ ഇത് സംഭവിക്കാം. വളരെ നേരത്തെ അമ്മയുടെ പാല് കുടിക്കുന്നത് നിർത്തിച്ചാൽ ഇത് സംഭവിക്കാം. വിച്ച് ആർ പൂവർ ഇൻ ബോത്ത് പ്രോട്ടീൻസ് ആൻഡ് കലോറിക് വാല്യൂ. അപ്പോൾ പാലുകൂടി നേരത്തെ നിർത്തിയിട്ട് എന്ത് ചെയ്യും? മറ്റ് ഫുഡ് മെറ്റീരിയൽസ് കൊടുക്കും. പക്ഷേ ആ കൊടുക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ ആവശ്യത്തിന് പ്രോട്ടീനും കാണില്ല, ആവശ്യത്തിന് കലോറിക് വാല്യൂ ഉള്ള ഫുഡും കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ വളർച്ച മുരടിക്കും. ആവശ്യത്തിന് മസിൽസ് ഒന്നും ഡെവലപ്പ് ചെയ്യില്ല, അതുപോലെ തന്നെ ബുദ്ധി വളർച്ച ഉണ്ടാകില്ല, കൈകാലുകൾക്ക് എല്ലുകൾക്കൊന്നും ബലം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മാൽന്യൂട്രീഷനായി ആ ഒരു പ്രോബ്ലമാണ് മരാസ്മസ് എന്ന് പറയുന്ന പ്രോബ്ലം. അപ്പോൾ ഇത് ഈ കോഷിയോർക്കറും മരാസ്മസും ഒക്കെ സാധാരണ രീതിയിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് കാണുന്നത്. അവിടുത്തെ ഭക്ഷ്യക്ഷാമമൊക്കെ രൂക്ഷമായ ഭക്ഷ്യക്ഷാമമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഡിസോർഡേഴ്സ് അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല ചിത്രങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും. എത്യോപ്യയിലും അതുപോലെയുള്ള പല ആഫ്രിക്കൻ കൺട്രീസിലുമൊക്കെ ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള പ്രോട്ടീനും കിട്ടുന്നില്ല, അതുപോലെ കലോറിക് വാല്യൂ ഉള്ള ഫുഡും കിട്ടുന്നില്ല. അത് വരുമ്പോഴാണ് മരാസ്മസ് എന്ന് പറയുന്ന ഡിസോർഡർ ഉണ്ടാകുന്നത്. ഇനി കോഷിയോർക്കറീസ് വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടില്ല, പക്ഷേ കലോറിയുള്ള ഫുഡ് കിട്ടുമെന്നുള്ളതാണ്. കോഷിയോർക്കറീസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി അൺഅക്കമ്പനീഡ് ബൈ കലോറിക് ഡെഫിഷ്യൻസി. അപ്പം മറ്റ് കലോറി ഫുഡുകൾ കുട്ടിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ പ്രോട്ടീൻ കിട്ടുന്നില്ല. ഇറ്റ് റിസൾട്ട്സ് ഫ്രം ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് മദേഴ്സ് മിൽക്ക് ബൈ എ ഹൈ കലോറി ലോ പ്രോട്ടീൻ ഡയറ്റ്. അപ്പം അമ്മയുടെ പാല് കൊടുക്കുന്നത് നിർത്തി. 1 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ മുലപ്പാൽ കൊടുക്കുന്നത് നിർത്തി. മറ്റ് ഫുഡ് മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ കൊടുക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ കുറവ്. അങ്ങനെ വന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നമാണ് കോഷിയോർക്കർ എന്ന് പറയുന്ന പ്രശ്നം. അപ്പോൾ ഇതുപോലെ ഭയങ്കരമായിട്ട് സ്കിന്നൊന്നും ചുക്കിച്ചുളിഞ്ഞുള്ള കണ്ടീഷനിലേക്ക് പോകില്ല, പക്ഷേ കുറേയൊക്കെ എന്താണ് ഇത് കാണും, ഫാറ്റ് ഡെപ്പോസിറ്റൊക്കെ സ്കിന്നിൽ കാണും. പക്ഷേ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാത്തത് കാരണം മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് ഒന്നും കാണത്തില്ല, അതുപോലെ തന്നെ കൈകാലുകൾക്കൊന്നും ബലം കിട്ടത്തില്ല, അതുപോലെ തന്നെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് നേരെ ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഈ കോഷിയോർക്കറിലും മരാസ്മസിലും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അപ്പം പ്രത്യേകം ഓർമ്മിക്കുക, മരാസ്മസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വിത്ത് കലോറി ഡെഫിഷ്യൻസി ആണ് മരാസ്മസ്. എന്നാൽ കോഷിയോർക്കർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഓൺലി. പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാത്രം വരുമ്പോഴാണ് കോഷിയോർക്കർ. മരാസ്മസ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി, കലോറി ഫുഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. എന്നാൽ കോഷിയോർക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാത്രമാണ്, അൺഅക്കമ്പനീഡ് ബൈ കലോറി ഡെഫിഷ്യൻസിയാണ്. അതായത് കലോറി ഡെഫിഷ്യൻസി ഇല്ല, ഹൈ കലോറി ഫുഡ് കിട്ടുന്നുണ്ട്, പക്ഷേ ലോ പ്രോട്ടീനാണ്. അതാണ് കോഷിയോർക്കർ. ഇനി ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ എ ആൻഡ് ബി. ഇവിടെ നമ്മുടെ ടൂത്തിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എയും ബിയും ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഇവിടെ ഫസ്റ്റ് 1, 2 എന്ന് പറയുന്നത് ഇൻസിസേഴ്സ് ആണ്, അടുത്ത് ഇത് കനൈൻ ആണ്, അടുത്ത 2 എന്ന് പറയുന്നത് പ്രീമോളാസ് ആണ്, അടുത്തത് മോളാസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഏത് ടീത്ത് വേണമെങ്കിലും നമ്മളോട് മാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇനി ഡെൻ്റൽ ഫോർമുല ഓഫ് പെർമനൻറ്റ് ടീത്ത് ഇൻ മാൻ എന്താണ്? 2123/2123. അപ്പോൾ അതും നന്നായിട്ട് ബൈ ഹേർട്ട് ചെയ്ത് വയ്ക്കുക. ഡെൻ്റൽ ഫോർമുല 2123/2123 ആണ്. റൈറ്റ് ഡൗൺ ദ ഡെൻ്റൽ ഫോർമുല ഓഫ് അഡൽട്ട് ഹ്യൂമൻ ബീയിങ്. ആ രീതിയിൽ തന്നെ ചോദിക്കാം. റൈറ്റ് 1 word ഫോർ ദ ഫോളോയിങ്. ഹ്യൂമൻ ബീയിങ് ഫോംസ് 2 sets ഓഫ് ടീത്ത് ഡ്യൂറിങ് ദെയർ ലൈഫ്. അപ്പോൾ 2 സെറ്റ് ടീത്ത് ഫോം ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ആ ഡെൻറ്റിഷനെ എന്ത് പേരിൽ വിളിക്കുന്നു? ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ എന്ന് വിളിക്കുന്നു. ഈച്ച് ടൂത്ത് ഈസ് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജാബോൺ. ജാബോണിൽ ഇൻസേർട്ട് ചെയ്ത് എംബഡ് ചെയ്ത് വെക്കുന്നതിന് എന്ത് പേരിലാണ് വിളിക്കുക? തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ എന്ന് വിളിക്കും. ആൻ അഡൽട്ട് ഹ്യൂമൻ ഹാസ് 32 പെർമനൻറ്റ് ടീത്ത് വിച്ച് ആർ ഓഫ് 4 ഡിഫറൻറ്റ് ടൈപ്സ്. 32 പെർമനൻറ്റ് ടീത്ത് ഉണ്ട്, അത് 4 ഡിഫറൻറ്റ് ടൈപ്സും ഉണ്ട്. കനൈൻസും ഇൻസിസേഴ്സും പ്രീമോളാസും മോളാർസും ഉണ്ട്. ആ ടൈപ്പ് ഡെൻറ്റിഷനെ എന്ത് പേരിൽ വിളിക്കും? ഹെറ്റിറോഡോണ്ട് ഡെൻറ്റിഷൻ. അപ്പോൾ ഇതുപോലെ ഡെൻറ്റിഷൻ്റെ പെക്കൂലിയാരിറ്റീസ് പറഞ്ഞിട്ട് ആ ഡെൻറ്റിഷൻ എന്താണെന്ന് എഴുതാൻ ആവശ്യപ്പെടാം. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടൈംസ്: തീക്കോഡോണ്ട്, ഡിഫിയോഡോണ്ട്, ഹെറ്റിറോഡോണ്ട്. In human dentition is heterodont. This condition means
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഹെറ്ററോഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് 2 ടൈപ്സ് ഓഫ് ടീത്ത്, പ്രസൻസ് ഓഫ് 2 സെറ്റ്സ് ഓഫ് ടീത്ത്, പ്രസൻസ് ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്, ടീത്ത് ആർ പ്ലേസ്ഡ് ഇൻ സോക്കറ്റ് ഓഫ് ജോ ബോൺ. എന്താണ് ഇവിടെ? ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് വരുന്നതാണ് ഹെറ്ററോഡോണ്ട് ഡെൻറ്റിഷൻ. 2 ടൈപ്പ് ഓഫ് ടീത്ത് വരുന്നത് എന്താണ്? ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ ആണ്. ടീത്ത് ആർ പ്ലേസ്ഡ് ഇൻ സോക്കറ്റ് ഓഫ് ജോ ബോൺ എന്താണ്? തിക്കോഡോണ്ട് ഡെൻറ്റിഷൻ ആണ്. Give one word for the following. Presence of 2 sets of teeth in the lifetime. എന്താണ്? ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ. ടീത്ത് ആർ പ്ലേസ്ഡ് ഇൻ സോക്കറ്റ് ഓഫ് ജോ ബോൺ എന്താണ്? തിക്കോഡോണ്ട് ഡെൻറ്റിഷൻ. ഹൗ മെനി ടൂത്ത് ആൻ അഡൽട്ട് ഹാവ് ഇൻ ഹിസ് അപ്പർ ജാ? അപ്പർ ജായിൽ എത്ര ടീത്ത് ഉണ്ടാകും? 16 ടീത്ത് ഉണ്ടാകും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇനാക്റ്റീവ് എൻസൈം ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്? ഇപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഇനാക്റ്റീവ് എൻസൈമിൻ്റെ പേരെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ അമൈലേസ്, ലിപ്പേസ്, ട്രിപ്സിനോജൻ, ന്യൂക്ലിയസ്. ഇതിലേതാണ്? ട്രിപ്സിനോജൻ. ട്രിപ്സിനോജനും കൈമോ ട്രിപ്സിനോജനും പ്രോ കാർബോക്സി പെപ്റ്റിഡേസും എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസിലെ ഇനാക്റ്റീവ് എൻസൈംസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാൽ കണ്ടെയ്ൻ സ്മൂത്ത് മസിൽ? സ്മൂത്ത് മസിലുള്ളത് ഇതിൽ ഏത് ലെയറിലാണ് സ്മൂത്ത് മസിലുള്ളത്? സീറോസ ഔട്ടർ ലെയറാണ്, മസ്കുലാരിസ് അതിലാണ് സ്മൂത്ത് മസിൽസ്. ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഇന്നർ സർക്കുലാർ മസിൽസും മസ്കുലാരിസ്. ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ സെക്രേറ്റ്. ഗോബ്ലെറ്റ് സെൽസിൻ്റെ പ്രധാന സെക്രീഷൻ എന്താണ്? മ്യൂക്കസ്. ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിൽ സെക്രീറ്റ് ചെയ്യുന്നത് മ്യൂക്കസ്. വൊമിറ്റ് സെൻറ്റേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഛർദിലിൻ്റെ കൺട്രോൾ എവിടെയാണ്? പറഞ്ഞു നേരത്തെ മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഗോബ്ലെറ്റ് സെൽസ്? ഗോബ്ലെറ്റ് സെൽസിൻ്റെ ഫങ്ഷൻസ് നേരത്തെ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടാകും. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിയോഡിനത്തിൽ വരുമ്പോൾ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മ്യൂക്കസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ എഫക്റ്റിൽ നിന്നും ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ ഡാമേജ് ആകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആൽക്കലൈൻ അറ്റ്മോസ്ഫിയർ ഇൻഡസ്റ്റൈനിലേക്ക് എത്തുമ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യാനും മ്യൂക്കസ് സഹായിക്കുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ ഡാമേജ്ഡ്? ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിലെ ഗോബ്ലെറ്റ് സെൽസ് ഡാമേജ്ഡ് ആയിപ്പോയാൽ എന്ത് സംഭവിക്കും? മ്യൂക്കസിൻ്റെ സെക്രീഷൻ നടക്കില്ല. മ്യൂക്കസിൻ്റെ സെക്രീഷൻ നടക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും? ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയെ ഡാമേജ് ആക്കും. അപ്പം അങ്ങനെ അവിടെ മൊത്തം ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സും അൾസർ പോലെയുള്ള ഡിസീസസും ഉണ്ടാകുമെന്നുള്ള കാര്യം ഓർക്കുക. ഹൗ സ്റ്റൊമക്ക് വാൾ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ആക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പറഞ്ഞു അല്ലേ? മ്യൂക്കസ് ഹെൽപ്പ് ചെയ്യുന്നു. How the mucosal epithelium of stomach is protected from excoriation by the highly concentrated hydrochloric acid. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണല്ലേ. മ്യൂക്കോസൽ എപ്പിത്തീലിയം എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്? മ്യൂക്കോസൽ എപ്പിത്തീലിയം എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ മ്യൂക്കസ് എന്തിന് ഹെൽപ്പ് ചെയ്യും? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിന് ഡാമേജ് ആക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി ഇതുപോലെ ഡയഗ്രാം തന്നിരുന്നിട്ട് അതിൻ്റെ ലേയേഴ്സിൻ്റെ പേരെഴുതാൻ ചോദിക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ഹ്യൂമൻ ഗട്ട്. ലേബൽ എ, ബി, സി ആൻഡ് ഡി. അപ്പോൾ ഔട്ടർ ലെയറാണ് സീറോസ ലെയർ, അടുത്ത് മസ്കുലാരിസ് ലെയറാണ്. അതിൽ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഇന്നർ സർക്കുലാർ മസിൽസും ഉണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് സബ് മ്യൂക്കോസൽ ലെയർ ഉണ്ട്. നെർവ്സും ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും ഒക്കെ കാണുന്ന സബ് മ്യൂക്കോസൽ ലെയർ ഉണ്ട്. ഏറ്റവും ഉള്ളിലായിട്ട് മ്യൂക്കോസൽ ലെയർ ഉണ്ട്. അപ്പോൾ ഈ പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഓർക്കുക. അതുപോലെ അതിൻ്റെ പെക്കൂലിയാരിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. നോക്കൂ. സർട്ടൺ ഇൻഡിക്കേറ്റേഴ്സ് റിഗാർഡിംഗ് ദ ലേയേഴ്സ് ഇൻ ദ വാൾ ഓഫ് അലിമെൻ്ററി കനാൽ ആർ ഗിവൺ. നെയിം ദ ലെയർ അഗൻസ്റ്റ് ദ ഇൻഡിക്കേറ്റർ. ഓരോ ലെയറിൻ്റെയും പെക്കൂലിയാരിറ്റിയാണ് തന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് അത് ഏത് ലെയർ ആണെന്ന് പറയുക. തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്നിങ് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. നെർവ്സും ബ്ലഡ് വെസൽസും ഒക്കെ കാണുന്ന ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ള ലെയർ ഏതാണ്? സബ് മ്യൂക്കോസ ലെയർ. സെക്രീറ്റ് മ്യൂക്കസ്. മ്യൂക്കസിൽ സെക്രീറ്റ് ചെയ്യുന്ന ലെയർ ഏതാണ്? മ്യൂക്കോസ ലെയർ. ഫോംഡ് ഓഫ് സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽസ് ഫോം ചെയ്തിരിക്കുന്നത് ഏതാണ്? മസ്കുലാരിസ്.
ഔട്ടർമോസ്റ്റ് ലെയർ മേഡപ്പ് ഓഫ് മീസോത്തീലിയം ഏതാണ്? സീറോസ. ഈ രീതിയിൽ തിരിച്ചും ചോദിക്കാം. ഇനി അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ. റീഡ് ദ ഫീച്ചേഴ്സ് ഓഫ് സെൽ ലെയേഴ്സ് ഇൻ ദ വാൾ ഓഫ് ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർക്കുലാർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽസ്. Outer thin layer is formed of mesothelium. A layer formed of loose connective tissue, nerves, epithelium with goblet cells to secrete mucus. ഓരോ ലെയറിൻ്റെയും പെക്കൂലിയാരിറ്റി തന്നിരിക്കുകയാണ്. ഐഡൻറ്റിഫൈ ദ സെൽ ലെയേഴ്സ്. സർക്കുലാർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽസ് വരുന്നത് മസ്കുലാരിസ്. ഔട്ടർ തിൻ ലെയർ ഓഫ് മീസോത്തീലിയം ഏതാണ്? സീറോസ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, നെർവ്സും എപ്പിത്തീലിയൽ സെൽസും ഒക്കെ വരുന്നത് ഏതാണ്? സബ് മ്യൂക്കോസ ലെയർ. ഐഡൻറ്റിഫൈ ദ സെൽ ലെയേഴ്സ്. അപ്പോൾ ഓരോ ലെയറും ഏതാണെന്ന് എഴുതണം. അറേഞ്ച് ദം ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആസ് സീൻ ഇൻ ദ സെക്ഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഈ ലെയേഴ്സിന് എന്ത് ചെയ്യുക? ഇൻസൈഡിൽ നിന്നും ഔട്ട്സൈഡിലേക്ക്. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ ഇൻസൈഡിൽ ആദ്യം ഏതെഴുതും? ആദ്യം മ്യൂക്കോസ എഴുതും, അത് കഴിയുമ്പോൾ സബ് മ്യൂക്കോസ എഴുതും, അത് കഴിയുമ്പോൾ മസ്കുലാരിസും, അത് കഴിയുമ്പോൾ സീറോസ. The wall of alimentary canal from esophagus to rectum possesses 4 layers, namely serosa, muscularis, submucosa, mucosa. Where do you find smooth muscles from the above layers? സംശയമില്ല, മസ്കുലാരിസ് ആണ്. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് സീറോസ ആൻഡ് സബ്മ്യൂക്കോസ? കമ്പോണൻസ് ഓഫ് സീറോസ എന്ന് ചോദിച്ചിരിക്കുന്നതാണ് സീറോസയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ബ്ലഡ് വെസൽസ്, നെർവ്സ്, ലിംഫ് വെസൽസ്, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. ഇനി സീറോസയിൽ വരുമ്പോഴത്തേക്കോ സബ്മ്യൂക്കോസയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സീറോസയിലേക്ക് വരുമ്പോഴത്തേക്ക് മീസോത്തീലിയം. റൈറ്റ് എനി 2 എൻസൈംസ് ഇൻ സക്കസ് എൻറ്ററിക്കസ്. സക്കസ് എൻറ്ററിക്കസിലുള്ള ഏതെങ്കിലും 2 എൻസൈംസിൻ്റെ പേര് എഴുതാമെന്നാണ്. നേരത്തെ നമ്മൾ കണ്ടു ഡൈസാക്രഡേസ്, അതുപോലെ തന്നെ ഡൈപെപ്റ്റിഡേസസ്, ന്യൂക്ലിയോസൈഡേസസ്, ആ ടൈപ്പ് എൻസൈംസിൻ്റെ എക്സാമ്പിൾസ് ഓർത്തു വയ്ക്കുക. Doctor told his patient that he is suffering from indigestion. What are the causes of indigestion? നേരത്തെ നമ്മൾ കണ്ടു അല്ലേ, ഇൻഡൈജഷൻ്റെ കോസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കൊണ്ടാണ് ഇൻഡൈജഷൻസ് ഉണ്ടാകുന്നത്? ഓവർ ഈറ്റിംഗ് കൊണ്ട്, സ്പൈസി ഫുഡ് കൊണ്ട്, ആങ്സൈറ്റി കൊണ്ട്, ആ കാരണങ്ങളൊക്കെ എഴുതുക. റൈറ്റ് എനി അതർ 2 എക്സാമ്പിൾസ് ഫോർ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് വിത്ത് റീസൺ. വേറെ 2 എക്സാമ്പിൾസ് കൂടി എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? ജോണ്ടിസ് എഴുതാം, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ എഴുതാം, ഡയേറിയ എഴുതാം, അതിൻ്റെ റീസൺസ് എഴുതാം. റൈറ്റ് ദ 3 ഇനാക്റ്റീവ് പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. കണ്ടു അല്ലേ, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ്. The inflammation of the intestinal tract is the common ailment due to bacterial or viral infections. The infections are also caused by the parasites of the intestine. Name any 2 intestinal parasite that cause digestive ailment in human. കണ്ടു നമ്മൾ അല്ലേ, ഹുക്ക് വേം ഉണ്ട്, ടേപ്പ് വേം ഉണ്ട്, റൗണ്ട് വേം ഉണ്ട്, പിൻ വേം ഉണ്ട്, അങ്ങനത്തെ കുറേ വേംസിൻ്റെ പാരസൈറ്റ്സിൻ്റെ പേര് നമ്മൾ പഠിച്ചു. ഇനി the abnormal frequency of bowel movement and increased liquidity of the fecal discharge. എന്താണ് ഇവിടെ? abnormal frequency of bowel movementum, increased liquidity of the fecal discharge, that is diarrhea. Write any 2 reasons of indigestion. Indigestionൻ്റെ ഏതെങ്കിലും 2 റീസണും എഴുതുക. One of the following is not a common disorder associated with the digestive system. ഇതിൽ ഏതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാത്തത്? ടെറ്റനസ്, ഡയേറിയ, ജോണ്ടിസ്, ഡിസെൻട്രി. അപ്പോൾ ഇത് ടെറ്റനസ് ആണ്, അതൊഴികെ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇൻഡൈജഷൻ. മെൻഷൻ ദെയർ മേജർ കാസസ്. എന്താണ് കോൺസ്റ്റിപ്പേഷൻ, എന്താണ് ഇൻഡൈജഷൻ? ഓരോ സെൻറ്റൻസിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ റീസൺസ് എഴുതുക. ഗീവ് 1 വേർഡ് ഫോർ ദ ഫോളോയിങ്. PEM, caused due to simultaneous deficiency of proteins and calories. അപ്പോൾ ഇത് ഓർത്തുക, പ്രോട്ടീനും കാലറിയും ഒരുപോലെ ഡെഫിഷ്യൻ്റ് ആകുന്നതാണ് നമ്മൾ ആദ്യം കണ്ട മരാസ്മസ്. പ്രോട്ടീൻ എഫിഷ്യൻ്റ് മാൽന്യൂട്രീഷനിൽ നമ്മൾ കണ്ടതാണ് എന്താണ്? കോഷിയോർക്കറും മരാസ്മസും. അപ്പോൾ അതിൽ മരാസ്മസിൽ പ്രോട്ടീൻസും കാലറീസും ഒരുപോലെ ഡെഫിഷ്യൻ്റ് ആകുന്നതാണ് ഏത്? മരാസ്മസ്. PEM caused due to protein deficiency unaccompanied by calorie deficiency.
അപ്പോൾ ഇവിടെ അക്കമ്പനീഡ് ബൈ കലോറി ഡെഫിഷ്യൻസി ആണ് മരാസ്മസ്, അൺഅക്കമ്പനീഡ് ബൈ കലോറി ഡെഫിഷ്യൻസി കോഷിയോർക്കറാണ്. PM കാസ്റ്റ് ഡ്യൂ ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി അൺഅക്കമ്പനീഡ് ബൈ കലോറി ഡെഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ ആൻസർ അവിടെ കോഷിയോർക്കറാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മരാസ്മസ് ആൻഡ് കോഷിയോർക്കർ, മെൻഷൻ ദെയർ മേജർ കോസസ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന കുറേ ചോദ്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. For video lessons, please subscribe TLP's biology classes. Thank you.